വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിൽ വലിയ സന്തോഷത്തിലാണ്. ജനപ്രിയ നായകനെന്നാണ് പറവൂരുകാരും മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നത്. 500-ലധികം പേരാണ് സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പറവൂരിൽ നിന്നും എത്തിയത്. പറവൂരിൽ നിന്ന് പ്രദീപ് ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ പറവൂർ മുഖ്യമണ്ഡലമായി മാറുകയാണ്. പറവൂരിൽ നിന്ന് 6ാം തവണ വിജയിച്ച വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൻ്റെ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് പറവൂർ നിയോജകമണ്ഡലം. പറവൂരിൽ നിന്ന് 20ഓളം വാഹനങ്ങളാണ് ആളുകൾ അവിടേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായ ആഘോഷം മുഖ്യമന്ത്രി കൂടി എത്തിയതിന് ശേഷമുണ്ടാകും. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയെ അവർ വരവേറ്റത്. പറവൂർ ആകെ ആഹ്ലാദത്തിലാണ്, ആകെ ആവേശത്തിലാണ്. ഞങ്ങള് പറവൂരുകാർ അത്യാഹ്ലാദത്തിലാണ്. കാരണം കേരളത്തിലെ ഇന്ന് 10 മണി സമയത്ത് കേരളത്തിന്റെ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് കേരളം ശരിക്കും അറിയാൻ പോകുന്നത് ഇനി നാളുകളിലാണ്. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ നാടിനെ കുറിച്ചും ഈ നാട്ടിലെ ജനതയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായ വികസന കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. 20ഓളം വാഹനങ്ങൾ ആളുകൾ പോയിട്ടുണ്ട്. വിശദമായ ആഘോഷം പിന്നീടാവും അല്ലേ അവരൊക്കെ വന്ന്? തീർച്ചയായും ഇനിയുള്ള ആഘോഷങ്ങൾ കേരളത്തിലെ ജനതയ്ക്കുള്ളതാണ്. 10 വർഷം അഴിമതിയുടെ കൂത്തരങ്ങാക്കി അതൊരു കലയാക്കി മുന്നോട്ട് പോയ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ സകല സ്ഥലത്തു നിന്നും തുടച്ചു നീക്കി ഒരു പുതിയ യുഗത്തിലേക്ക് വി.ഡി. സതീശൻ കൊണ്ടുവരികയാണ്. 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ പാർട്ടിയെ തൻ്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള ഒരു നേതൃത്വം കൊടുത്ത് പാർട്ടി അധികാരത്തിലെത്തിച്ച ശ്രീ വി.ഡി. സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയാവുന്നതിൽ പറവൂർക്കാരെ ഞങ്ങൾ ഏറെ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വളരെ സന്തോഷത്തിലാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾ ഒരുപാട് സന്തോഷമാണ്. അദ്ദേഹം നല്ലൊരു നേതാവാണ്. പറവൂരിന്റെ നേതാവായിരുന്ന ജനപ്രിയ നായകനായിരുന്ന വി.ഡി. സതീശൻ ഇന്ന് ഈ നിമിഷം മുതൽ കേരളക്കരയുടെ മൊത്തം ജനനായകനായി ജനപ്രിയ നേതാവായി വന്നതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുമെന്ന് വിശ്വസിച്ചിരുന്നു? തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മുഖ്യമന്ത്രിയാകുന്നത്. അതുപോലെ തന്നെ എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മുഖ്യ മന്ത്രിയായിട്ട് ഞങ്ങൾക്ക് വിശ്വസിച്ച് ലഭിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇനിയിപ്പോൾ പറവൂരിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. പറവൂരിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവും. ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണല്ലേ? ആഘോഷങ്ങൾ ഇനി 5 കൊല്ലം ആഘോഷമുള്ള പാർട്ടിയുടെ ഭരണം കിട്ടിയേക്കണം. 10 കൊല്ലത്തിന് ശേഷം കിട്ടിയേക്കുന്നതാണ്. ഉറപ്പായിട്ടും ഞങ്ങളൊക്കെ ആഗ്രഹിച്ചതുമാരെ തന്നെ കേരളത്തിന് മുഖ്യമന്ത്രി ഞങ്ങളുടെ നേതാവായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ്. പാർട്ടിയിനൊരുപരി ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അനുസരിച്ച് വന്ന ഒരു നേതാവും ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ പറവൂർ മാർക്കറ്റിലാണ് ഇപ്പോൾ ഈ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ച് ലഡു വിതരണം ചെയ്ത് പായസം വിതരണം ചെയ്ത് ഒക്കെയായിരുന്നു അവരുടെ ആഹ്ലാദം അല്ലെങ്കിൽ ആവേശം എന്ന് പറയുന്നത്. ഇനി മുഖ്യമന്ത്രി കൂടി തിരികെ എത്തിയതിനു ശേഷം വിപുലമായ ആഘോഷവും പറവൂരിലുണ്ടാകും. മനോജ് മാടശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ജനം തിരഞ്ഞെടുത്ത നേതാവ്, ജനം തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി എന്ന് തന്നെ ആളുകൾ പറയുന്നു എന്നുള്ളതാണ് വി.ഡി. സതീശന്റെ ഈ വിജയത്തിലെ വിസ്മയം അല്ലെങ്കിൽ അതിന്റെ ഭംഗി കൂടുന്നത്.